ശ്രീമതി ഉഷ, അധമവും അധാർമികവുമായ ഇത്തരം പ്രവൃത്തികൾക്ക് ഒരു അറുതി ഉണ്ടാവണ്ടേ? അതുണ്ടാവുമോ? ആത്മവിശ്വാസം ബലപ്പെടുന്നുണ്ടോ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം? ഇവിടെ ഞാൻ കുറച്ചെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 1987 ഞാൻ സിനിമ തുടങ്ങുന്നത്. അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ കണ്ടത് പെൺകുട്ടികളും അവരുടെ കുടുംബവും ഇതില് കുറെ തെറ്റുകാരല്ലേ. കാരണം ഞാനിപ്പോ ഒരു 3 സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് മത്സരമാണ്. ഡയറക്ടറിന്റെ പിന്നാലെ, പ്രൊഡ്യൂസറിന്റെ പിന്നാലെ, ക്യാമറാമാന്റെ പിന്നാലെ ഈ പെൺകുട്ടികൾക്ക് ഓടി നടക്കാൻ. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനു വേണ്ടി? അപ്പൊ അവര് പറഞ്ഞത്, നമുക്കിവിടെ പിടിച്ചു നിൽക്കണ്ടേന്നാ. ഞാൻ അന്താളിച്ചു പോയി. ഇവിടെ ഒരു സമൂഹം പെൺകുട്ടികൾ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് അടികൂടി നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു കമ്മീഷൻ ഇവിടെ കൊണ്ടുവന്ന് 4.5 വർഷത്തിന് ശേഷം, അതും 233 പേജ് മാത്രമാണ്. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. കട്ടായി പോയോ? ഇല്ല, കേൾക്കുന്നുണ്ട്. 233 പേജാണ് ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത്. ഏകദേശം അതിനേക്കാൾ കൂടുതലുണ്ട്. അതും 4.5 വർഷത്തിന് ശേഷം. അതെ, 600ഓളം പേജ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് എന്ന് വിചാരിക്കുന്നു. ഇത് ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും കാലം ഇത് പൂഴ്ത്തിവെച്ചത്? കേരളത്തിൽ എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു? എന്തുകൊണ്ട് അതിന്റെ ഒന്നും ആൾക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നില്ല? അവർക്ക് പ്രൊട്ടക്ഷൻ വരുന്നത് എവിടുന്നാണ്? ആളൂരാനെ പോലെയുള്ള വക്കീലന്മാരെ എവിടുന്ന് വരുന്നു? അപ്പൊ സിനിമാ മേഖലയിൽ മാത്രമാണോ ഞാൻ സിനിമയിൽ തന്നെ പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ. 87 മുതൽ ഒരു കാലഘട്ടത്തിൽ 300 സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നപ്പോ എന്നെ പുറത്താക്കാൻ ഏറ്റവും കൂടുതൽ കൂട്ടുനിന്നവർ സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സിനിമാ മേഖലയിലെ വിഴുപ്പുകൾ എന്ന് പറഞ്ഞിട്ട് സിനിമാ മേഖലയിലുള്ള നടീനടന്മാരെ, ഇല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ, ഇല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു 10 പേര് ഇങ്ങനെ ഉണ്ടായിരിക്കാം. എന്ന് മുതലാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വരാൻ തുടങ്ങിയത്? നമ്മളൊന്നും സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഒരു കമ്പനി വിളിക്കും, കമ്പനി. ഞാൻ ചെന്നൈയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തത്. കമ്പനി, ആ കമ്പനിക്ക് ഒരു പേരുണ്ടാവും. ആ കമ്പനി വിളിക്കുമ്പോ ഒരു മാനേജറോ ആരെങ്കിലും, അന്ന് ഫോണ് പോലും ഇല്ല, വീട്ടിൽ വന്ന വിളിച്ചു കൊണ്ടുപോകുന്നത്. അവര് മോശമായിട്ട് പറയാണ്, ഇതാ എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഇത്ര രൂപയാണ്. അതാരവിടെ ഭാഷ? എല്ലാം കൂടെ ചേർത്ത്, അയ്യോ സ്വാമി, എല്ലാത്തിനും നമ്മൾ തയ്യാറല്ല എന്ന് പറഞ്ഞു പോകുന്നിടത്ത് അവിടെ തീർന്നു. ഇത് എല്ലാം പറഞ്ഞ് ഒപ്പിച്ച് അവിടെ എത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഇവര് ആരുടെ മേത്താണ് സ്വയം ചെളിവാരി എറിയുന്നത്? അതാണ് എനിക്കറിയേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അപ്പൊ അത് മുഴുവനും നമ്മൾ ചിന്തിക്കണം. അല്ലാതെ സിനിമയിലോട്ട് വരുന്ന എല്ലാ പെൺകുട്ടികളെയും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ മരിച്ചു പോകത്തില്ലേ? ഇന്ന് ഈ സിനിമാ നടിമാരൊക്കെ ഇവിടെ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവുമോ? അതായത് പണ്ടൊക്കെ സിനിമയിൽ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഡിസ്ട്രിബ്യൂട്ടർ, ഏരിയ മാനേജർ, പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ മാനേജർ, ഇങ്ങനെ ഒരു 15 പേര് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ ആ കുട്ടി ഉടനെ ആശുപത്രിയിലല്ലേ ഉണ്ടാവുള്ളൂ? നമ്മൾ പറയുമ്പോൾ ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? എനിക്ക് ഈ സ്ത്രീ എന്തുകൊണ്ട് പെണ്ണുങ്ങളെ തന്നെ ചീത്തയാക്കുന്നതല്ല? അനുഭവസ്ഥയാണ് ഞാൻ. 37 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതം. ഞാൻ പറയാം, ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. ഒരു പെണ്ണ് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാണും അതിൽ. പിന്നെ ബലപ്രയോഗം, ബലം പിടിച്ചൊരു പെണ്ണിനെ ഒരു മുറിക്കകത്തിട്ട് ഒരു 5-6 പേരങ്ങനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കടുത്ത ശിക്ഷ കൊടുക്കണം. എന്തുകൊണ്ട് ആ കുട്ടികൾ പോലീസിൽ പോയില്ല? എന്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന മറ്റുള്ളവരോട്, സ്വന്തം അമ്മയോടും അച്ഛനോടും പറഞ്ഞില്ല? അമ്മയോടും അച്ഛനോടും പറഞ്ഞെങ്കിൽ അവരത് കണ്ണടയ്ക്കും. മോളെ, നാളെ നീ ഈ നാടിന്റെ, ഇല്ലെങ്കിൽ മറ്റൊരു പോക്സോ കേസുകളായി രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട സംഭവങ്ങൾ പോലും നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പോക്സോ കേസ്. അപ്പൊ നോക്കൂ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെയും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. ശ്രീമതി ഉഷ, ഒറ്റ കാര്യം പറയാം. ഞാൻ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള കമൽ ഒരു പെൺകുട്ടിക്ക് അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ്
കൊച്ചിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി. അദ്ദേഹം ആ പെൺകുട്ടിയെ ഉപയോഗിച്ചു. അതിനുശേഷം ആ കുട്ടിക്ക് അവസരം കൊടുത്തില്ല. ആ കുട്ടി വക്കീൽ നോട്ടീസ് അയച്ചു. ആ അയച്ച വക്കീൽ നോട്ടീസാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ആ വക്കീൽ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ കമലുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു, ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ പഴയ സംഭവമല്ലേ, അതൊക്കെ സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. ആ കമലിനെ, അതായത് ഈ പരാതി വന്നിട്ടും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടും ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ പിണറായി സർക്കാർ, അതായത് നോക്കൂ, സ്ത്രീ സുരക്ഷ അതാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന പിണറായി സർക്കാരാണ് കമലിനെ ആ കാലാവധി മുഴുവൻ അദ്ദേഹത്തെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായിട്ട് വാഴിച്ചു. അതാണ് നടക്കുന്നത്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അപ്പൊ പിന്നെ എവിടെയാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നീതി ലഭിക്കുക? ഒരു മിനിറ്റ് IFFK-ല് ഞാൻ എല്ലാ വർഷവും IFFK പോണതാ. 10,000-11,000 പെൺകുട്ടികൾക്ക് കോളേജ് സ്റ്റുഡന്റിന് പകുതി പൈസക്കാണ് ഇവര് ടിക്കറ്റ് കൊടുക്കുന്നത്. ഡ്രഗ്സ് അടിക്കുന്നത് മുതൽ കൊണ്ട് പബ്ലിക്കായിട്ട് അവിടെ കാണിക്കുന്ന പേക്കൂത്തുകൾ ഞാനൊരു 100 പ്രാവശ്യം ഓഫീസിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഉടനെ ഈ കമൽ എന്നോട് പറഞ്ഞത് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക, വാഗ്ദാനങ്ങളാണ് അവരെന്തെങ്കിലും ചെയ്യട്ടെ. അപ്പൊ എന്താ ഇതിന് മറുപടി പറയാ? നമുക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അപ്പൊ ഈ പെൺകുട്ടികൾ ആദ്യമേ ട്രെയിൻഡ് ആണ്. സിനിമയ്ക്ക് വന്നാൽ ഇതാണ് അവസ്ഥ. അത് കാണണമെങ്കിൽ നിങ്ങൾ IFFK-ൽ വന്നിട്ട് ടാഗോർ തിയേറ്ററിന്റെ സൈഡിൽ പോയി നോക്കിയാൽ കാണാം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, മക്കളെ നിങ്ങൾക്ക് വീട്ടിൽ ആരും ഇല്ലേന്ന്. അവർക്ക് മറുപടിയില്ല. അപ്പോ ഈ 10-16 വയസ്സ് മുതലുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ കുറച്ചു പേര് പോയിട്ട് മീറ്റു വിളിക്കുന്നു, കുറച്ചു പേര് പോയിട്ട് പരാതി കൊടുക്കുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ സിനിമയിൽ വന്ന് അഭിനയിക്കുന്ന കുട്ടികൾ ഡോക്ടേഴ്സാണ്, എഞ്ചിനീയേഴ്സാണ്, IAS എടുത്തവരാണ്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയ്ക്ക് മോശമായ ഒരു ഫീൽഡാണ് എന്ന് നിങ്ങൾ നിരന്തരം കൊട്ടിഘോഷിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മക്കളെ നിങ്ങൾ ഈ ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തോ? അതെന്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിക്കും ഒരു പെൺകുട്ടിയുണ്ട്. അവൾ എഞ്ചിനീയർ MBA CA കാരിയാണ് ലണ്ടനിൽ. എന്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല സിനിമയിൽ? നമ്മൾക്കൊരു സ്ഥലം മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് അവിടുന്ന് പലായനം ചെയ്യണം. അത് ചെയ്യാതെ അവിടെ വന്നിട്ട് പണത്തിന് പണം, പ്രതാപത്തിന് പ്രതാപം, ഈ പറയുന്നത് പോലെ എല്ലാ സ്ഥലത്തും പിന്നെ എന്താ പറയാ, സ്റ്റേജ് പ്രോഗ്രാം, അത് ഇത് എല്ലാം ഉദ്ഘാടനം, അത് ഇത് സ്വന്തം. പണ്ടൊക്കെ ഞങ്ങൾ അഭിനയിക്കുന്ന കാലത്ത് തുണിയുടെ കുറവുണ്ടായിരുന്നു. ഇന്ന് ഈ പെൺകുട്ടികൾ നടിമാരുടുക്കുന്ന ഡ്രസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് നാണം, നങ്ങേലി എന്തിനാണ് അവരുടെ മുറിച്ചിട്ട് താലത്തിൽ വെച്ചു കൊടുത്തത്? അവർക്ക് മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഇന്നത്തെ പെൺകുട്ടികൾ എന്താ കാണിക്കുന്നത്? ശ്രീമതി ഉഷ, ഞാൻ വരാം, തിരിച്ചു വരാം.